പിന്നെ ഈ ഗുരുവായൂരപ്പന് കൊമ്പ് മുളച്ച ഒരു കഥ ഞാൻ അധികം എവിടെയും കേട്ടിട്ടില്ല, പക്ഷെ സാറിന്റെ വായിൽ നിന്ന് അത് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ഗുരുവായൂരപ്പന്റെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കഥയാണത്. ഗുരുവായൂരപ്പന്റെ ശിവേലി എല്ലാ ദിവസവും 3 ശിവേലികളുണ്ട്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി. ഈ 3 ശിവേലിയാണ് ഗുരുവായൂരുള്ളത്. ഇതിലൊരു ശിവേലിക്ക് ഭഗവാന്റെ വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കും, സ്വർണ്ണത്തിടമ്പ് പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ ഈ സ്വർണ്ണത്തിടമ്പ് എടുക്കാൻ വേണ്ടി അകത്തേക്ക് കയറിയ മേൽശാന്തി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് കണ്ടത് ആ വിഗ്രഹത്തിന് കൊമ്പ് മുളച്ചതായിട്ട് കണ്ടു എന്നാണ്. ആ വിഗ്രഹത്തിന്റെ ശിവേലി വിഗ്രഹം ഉണ്ട്, ഒരു കുഞ്ഞു വിഗ്രഹമാണ്. ആ വിഗ്രഹത്തിന്റെ തലയിൽ 2 കൊമ്പുകൾ കണ്ടു. അപ്പൊ അദ്ദേഹത്തിന് തോന്നിയത്ര ഇതെന്തോ മായയാണ്, ഇതെനിക്ക് തോന്നലായിരിക്കും. ഇപ്പൊ ആരെങ്കിലും വിളിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്നെ കളിയാക്കുന്ന രീതിയിലേക്ക് മാറും. അവർ വന്ന് നോക്കുമ്പോൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കെന്തോ പ്രയാസമായി എന്നല്ല അവർ വിചാരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആരെയും വിളിച്ച് കാണിക്കാനൊന്നും നിന്നില്ല. ഇത് എന്റെ തോന്നലാണെന്നുള്ള രീതിയിൽ അദ്ദേഹം വിഗ്രഹം എടുത്ത് പുറത്തേക്ക് വന്നു എന്നാണ്. പുറത്തേക്ക് വരാൻ വേണ്ടി ആ ശ്രീലകത്തിന്റെ വാതില് പുറത്തേക്ക് കടക്കാൻ നോക്കുന്ന സമയത്ത് എന്തോ തടയുന്ന പോലെ തോന്നി എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിന് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പൊ പുറത്തുനിന്ന് ആളുകൾ ഭഗവാന്റെ വിഗ്രഹം ഇപ്പൊ വരും എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരൊന്നും കുറെ നേരം കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തെ കാണുന്നില്ല. അപ്പൊ അകത്തേക്ക് വിളിച്ചു ചോദിച്ചു എന്നാണ്, എന്താണ് പുറത്തേക്ക് വരുന്നില്ല, എന്തുകൊണ്ടാണ് വിഗ്രഹം ഇപ്പോഴും എഴുന്നള്ളിക്കാത്തത് എന്ന് ചോദിച്ചപ്പോ തിരുമേനി അകത്തുനിന്ന് പറഞ്ഞു എന്നാണ്, വിഗ്രഹത്തിന് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല, വിഗ്രഹത്തിന്റെ എന്തോ തടയുന്നു, പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അപ്പൊ ഈ പാവപ്പെട്ട മനുഷ്യൻ, അതായത് പരമഭക്തനായി ഭഗവാൻ ചട്ടിയിരുമയെ പോലെയാണ് ഇരിക്കുന്നതെന്ന് വിശ്വസിച്ചിരുന്ന ആൾ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞത്രേ, അത് ഭഗവാന്റെ കൊമ്പ് ആ വാതിലിന്റെ ഇടയിൽ തടയുന്നതാണ്, ചെരിച്ച് കടത്തിയാൽ കടക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. അദ്ദേഹം നോക്കിയപ്പോൾ കൊമ്പൊന്നും എവിടെയും കാണുന്നില്ല, പക്ഷെ വിഗ്രഹത്തിന് മാത്രം കൊമ്പുണ്ട്, ചെറിയ 2 കുഞ്ഞു കൊമ്പുകൾ. എന്നാലും ഇദ്ദേഹം പറഞ്ഞതല്ലേ എന്ന് കരുതി അദ്ദേഹം വിഗ്രഹം ഒന്ന് ചെരിച്ച് അങ്ങോട്ട് കടന്നപ്പോൾ വളരെ എളുപ്പത്തിൽ പുറത്തേക്ക് ഇറക്കാൻ സാധിച്ചു എന്നാണ്. ഇത് കണ്ടുകൊണ്ട് നേരത്തെ ഭഗവാനെ കാണാൻ ചട്ടിയിരുമയാണ് എന്ന് പറഞ്ഞ ആ മഹാത്മാവും ഭഗവാനെ നേരിട്ട് കണ്ട ആളും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ്.